വില്ലേജ് നമ്മുടെ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ്. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം ആട്ടോ. നല്ല ജോർജറ്റിൽ നല്ല ഹെവി ആയിട്ട് ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാണ്. ഫോക്സ് ജോർജറ്റ് ആട്ടോ. നോർമൽ ജോർജറ്റിനേക്കാളും നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത ഐറ്റം ആണ്. പക്ഷേ ആ ഒരു ബീറ്റ്സ് വർക്ക് കൊണ്ട് ഭയങ്കര ഭംഗിയാട്ടോ. ഞാൻ നേരത്തെ അതിന്റെ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതും ഡസ്റ്റി കളർ ചാർട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഭയങ്കര തെളിഞ്ഞ കളർ അല്ല കേട്ടോ. പക്ഷേ അടിപൊളി കളേഴ്സ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേസ്റ്റൽ കളേഴ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതാട്ടോ. ഇതൊരു ഡസ്റ്റി എന്താ പറയുക ഓനിയൻ പിങ്കിന്റെ ഡാർക്ക് ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ ബീറ്റ്സ് ആ ഒരു കട്ട് ബീഡ്സിന്റെ ഡിസൈൻ വെച്ചിട്ട് മാത്രമാണ് ഈ യോക്ക് പോർഷനിൽ ചെയ്തേക്കുന്നത്. ദുപ്പട്ടയുടെ വൺ സൈഡിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. എല്ലാം കൊണ്ട് നമുക്ക് റേറ്റ് വൈസ് ഭയങ്കര നല്ലൊരു ഐറ്റം ആട്ടോ. പിന്നെ നമ്പർ വരുന്നത് F453, റേറ്റ് വരുന്നത് 999 രൂപ മാത്രമേ ഉള്ളൂ. 999. നമുക്ക് ലാസ്റ്റ് ടൈം കാണിച്ചേക്കാളും എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ് കളർ ചാർട്ട്. പക്ഷേ ഡസ്റ്റി കളർ ചാർട്ട് തന്നെയാണെങ്കിലും എല്ലാം വേറെ വേറെ ഷെയ്ഡിലാട്ടോ ചെയ്തേക്കുന്നത്. ഇത് ഭയങ്കര രസമായിട്ട് ഈ കളർ കാണാനായിട്ട്. നമ്മുടെ തീപ്പെട്ടി കളറൊക്കെ ഇല്ലേ, ആ ഒരു ഷെയ്ഡാണ്. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ അത് ഫുള്ളായിട്ട് ബീഡ്സ് വർക്ക് വരുമ്പോഴത്തേക്കും നല്ല എടുപ്പാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഡസ്റ്റി കളർ ചാർട്ടാണ്. എന്നാലും നമുക്ക് എല്ലാവർക്കും മുഖത്തിന് ചേരുന്ന ഷെയ്ഡ്സ് തന്നെയാണ്. ചെറിയ കളർ ഡിഫറൻസ് കാണും കേട്ടോ. നമുക്ക് ആ ഒരു വെട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഇത് കളർ വ്യത്യാസം വരും. പക്ഷേ അടിപൊളി കളേഴ്സാണ് എല്ലാം. പിന്നെ ദുപ്പട്ടയാണെങ്കിലും എല്ലാം നല്ല ലെങ്തി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിന് ദുപ്പട്ടയ്ക്കൊക്കെ 2.5 തന്നെ നമുക്ക് ലെങ്ത് കിട്ടും കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. ഇതിന്റെ നമ്പർ F450, റേറ്റ് വരുന്നത് 999 999. ഇതിൽ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ. സെയിം ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ്. ദുപ്പട്ടയുടെ ബോർഡേഴ്സ് ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. നല്ല ലെങ്ത് കിട്ടും കേട്ടോ. 4 സൈഡിലും ലോക്ക് ചെയ്തിട്ടുണ്ട്. വൺ സൈഡിൽ ആ ഒരു ബോർഡറിൽ മാത്രമായിട്ടാണ് ബീഡ്സ് വർക്ക് കൊടുത്തേക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ആ ഒരു സെയിം കളർ സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് F451, റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ. അടുത്ത കളർ നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് ഒരു ലാവണ്ടറിന്റെ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര എടുത്ത് നിൽക്കുന്ന ലാവണ്ടർ അല്ല, പക്ഷെ നല്ല രസമാണ് ഈ കളർ കാണാനായിട്ട്. അപ്പോൾ ഇതിൽ ആ ഒരു ബീഡ്സ് വർക്ക് വരുന്നതാണ് മെയിൻ അതിൻ്റെ ഒരു അട്രാക്ഷൻ കേട്ടോ. ആന്റിക് കളർ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. 2.5 നമുക്ക് ലെങ്ത് കിട്ടും. ബോട്ടം വിത്ത് ലൈനിങ് സെയിം കളർ തന്നെ. അത് സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്കാണ്. ടോപ്പും ദുപ്പട്ടയും വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ. പിന്നെ നമ്പർ F452, റേറ്റ് വരുന്നത് 999 രൂപ മാത്രമേ ഉള്ളൂ. 999. രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇതാട്ടോ. ഇത് ഇച്ചിരി റേറ്റ് ഉള്ള ഐറ്റം ആണ്. കാരണം അതിൻ്റെ ഒരു വർക്കിന്റെ ഫിനിഷിങ് അതുപോലെയാണ്. സെമി സിൽക്കിൽ തന്നെ കൂടിയ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ. വീനെക്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈറ്റ് ഗ്രീനാണ് മെയിൻ ഷെയ്ഡ് വരുന്നത്. അതിൻ്റെ കൂടെ ലാവണ്ടർ കോമ്പിനേഷനിലുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. അത് ആ ഒരു വർക്കിന്റെ ഫിനിഷിങ് കാണുമ്പോൾ തന്നെ അറിയാട്ടോ. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. പിന്നെ ബോട്ടം വരുന്നത് ആ ഒരു ലാവണ്ടർ ഷെയ്ഡ്. ദുപ്പട്ട വരുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ വർക്കും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ഒരു കോൺസെപ്റ്റിൽ ചെയ്തേക്കുന്ന കേട്ടോ. നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ താഴത്തെ ബോട്ടിൽ ഇതുപോലെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. കാരണം ആ ഒരു വർക്കിന് അത്ര ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏകദേശം ഫുൾ വ്യൂ ലുക്ക് വരുന്നത്. പിന്നെ നമ്പർ വരുന്നത് D302, റേറ്റ് വരുന്നത് 1890 1890. ഇതിലും 4 ഷെയ്ഡ്സ് ആയിട്ട് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് കളേഴ്സ് കൊടുത്തേക്കുന്നത്. ഇത് നല്ല രസമുള്ളൊരു പിങ്കിഷ് പീച്ച് കളറും ബ്ലൂ ആണ് കോമ്പിനേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ആ ഒരു നെക്കിലെ ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ്. കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. കുഞ്ഞ് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സീക്വൻസും ത്രെഡും ഇല്ലാതെ നല്ല തിക്കായിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. വീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഫംഗ്ഷന് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ദുപ്പട്ടയും കുറച്ച് ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. അതായത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ഫുള്ള് വർക്ക്. അതിൻ്റെ അകത്ത് ആ ഒരു ബ്ലൂ കോമ്പിനേഷനിലും കൊടുത്തിട്ടുണ്ട്. സെയിം കളർ വെച്ചിട്ട് വൺ സൈഡ് ബോർഡർ നല്ല ഹെവി ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഞാൻ അടുപ്പിച്ച് കാണിക്കാം കേട്ടോ. ഇതാണ് വർക്ക് വരുന്നത്. നമ്പർ വരുന്നത് D301, റേറ്റ് സെയിം തന്നെയാണ് 1890. ഇതിൽ അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി കളറാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് പീച്ച് ഷെയ്ഡ്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിന് നമ്പർ വരുന്നത് D300, റേറ്റ് വരുന്നത് 1890. ഇതിനകത്തെ ലാസ്റ്റ് കളർ വരുന്നത് ഇതാട്ടോ. ഇത് ഭയങ്കര അടിപൊളി കളറാണ്. അതായത് ഒത്തിരി ഓവർ കളറല്ല, ലൈറ്റ് പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളറാട്ടോ. ലൈറ്റ് ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത്. ഭയങ്കര ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് കളറിന് ഭയങ്കര ഒരു അട്രാക്ഷൻ ആട്ടോ. ലൈറ്റ് ഷെയ്ഡിൽ ഞാൻ പറഞ്ഞു ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ബോർഡറിലെ ഡിസൈൻ ഒക്കെ ഇതുപോലെ നല്ല ഫിനിഷിങ് തന്നെ എംബ്രോയിഡറി വർക്ക് സെയിം കളറിൽ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് പീച്ച് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ബോട്ടം കോൺട്രാസ്റ്റിലാട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് D299, റേറ്റ് വരുന്നത് 1890 1890.